Hello everyone. Welcome to our channel Spicy and Pastry. ഇപ്പോൾ കൂർഗ് പോയതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പാർട്ട് 2 കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിലേക്കാണ്. നമ്മളിവിടെ കയറി കഴിയുമ്പോഴത്തേക്കും ശരിക്കും തോന്നുന്നത് ഒരു നേപ്പാളിലൊക്കെ പോയൊരു ഫീലാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വാസ്റ്റ് ഏരിയ ആണ്. പല വർഷിപ്പ് ചെയ്യുന്ന ബിൽഡിങ്സ് കൂടാതെ ഇവർക്ക് മോങ്സിനൊക്കെ താമസിക്കാൻ പറ്റിയ ഫെസിലിറ്റി ഉള്ള ബിൽഡിങ്സും അങ്ങനെ പല ഷോപ്സും അങ്ങനെയൊക്കെ ഈ ക്യാമ്പസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ചെരുപ്പൊക്കെ നമ്മൾ ഊരി അവിടെ ഏൽപ്പിക്കാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. പിന്നെ നമ്മുടെ മാനേഴ്സ് കീപ്പ് ചെയ്തിട്ട് വേണം കയറാൻ. സൈലൻസ് കീപ്പ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് അകത്ത് നമുക്ക് ആ പീസ് ആസ്വദിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ആർക്കിടെക്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനിയും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വലിയ പെയിൻറ്റിങ്സും ഒക്കെ കാണാം. ഇനി നമ്മൾ വേറൊരു ബിൽഡിങ്ങിലോട്ടാണ് കയറുന്നത്. ആദ്യമേ ഇവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. അവർ വേർഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആരെയും അകത്തേക്ക് കയറ്റത്തില്ല, അത് അടച്ചിടും. അതൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ അവർ തുറന്നിടുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നകത്തേക്ക് കയറി കാണാനായിട്ട്. നമുക്ക് പുറത്ത് എന്തൊക്കെയോ ഇൻസ്ട്രുമെൻസിൻ്റെ സ്വരമൊക്കെ കേൾക്കാമായിരുന്നു. അപ്പം ഇതാണെന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അവരുടെ പ്രേയേഴ്സൊക്കെ ചൊല്ലുമ്പോൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസാണത്. അവിടെ പല ഷോപ്സ് ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ അവിടെ ഷോപ്പിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട്. ആ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിക്ക് ഒരു 10-15 മിനിറ്റ് അകലെയാണ് നിസർഗതമ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അതൊരു ഐലൻഡാണ്, ബാംബു ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെറിയ ചെറിയ അഡ്വെഞ്ചർ പാർക്ക് പോലെ പിള്ളേർക്ക് ഉള്ള സെറ്റപ്പ് ഉണ്ട്. അതിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഈ വഴി കൂടാണ് നമ്മൾ നടന്ന് ഉള്ളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, കാണാം. പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. തിരിച്ചു വന്നപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ശരിക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ ബാംബു ഫോറസ്റ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് കയറുവാണ്. ബാംബു ട്രീസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപൂർവം ചില ട്രീസ് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റായിട്ടെന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ നേരെ കാണുമ്പോഴത്തേക്ക് ബാംബു ട്രീസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ട്രൈബൽ പീപ്പിളുടെ അവരുടെ കസ്റ്റം കാണിക്കുന്ന പലതരം പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രീ ഹൗസസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ആസ്വദിച്ചു ബാംബു ട്രീസൊക്കെ കണ്ടിട്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബേർഡ് പാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബേർഡ്സിനെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ എവിടെ പോയാലും ഇത് മിസ്സാക്കാറില്ല. ബേർഡ് പാർക്ക് ഉണ്ടെങ്കിൽ കയറും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി.
ഇനി ഇവിടെ കയറാനാണെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. നമ്മൾ എൻട്രൻസിൽ എടുത്ത ഫീ കൂടാതെയാണ് നമ്മളിവിടെ ചാർജ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഓസ്ട്രിച്ചിനൊക്കെ ഫീഡ് ചെയ്യണമെങ്കിൽ അതും എക്സ്ട്രാ പൈസ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞങ്ങൾ ബേർഡ്സിനെ കയ്യിലെടുക്കാൻ പറ്റിയ സ്ഥലത്താണ് കയറിയത്. അപ്പം ഞങ്ങൾക്ക് ഉള്ള പെറ്റും ഇതുപോലത്തെ ഒരു ബേർഡാണ്. സോ അതിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ കയ്യിലെടുത്തപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നി. ഇനി നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു പ്ലേ ഏരിയ കണ്ടു. അപ്പോൾ കുട്ടികൾ അവിടെ പോയി കളിക്കാൻ തുടങ്ങി. അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്കും ഇതുപോലൊരു റിവേഴ്സ് സൈഡ് കണ്ടു. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് അവിടെ ഉള്ളിൽ കയറാം. സേഫായിട്ടുള്ള പ്ലേസാണ്. നമുക്കവിടെ ഇരുന്ന് ആസ്വദിക്കാം. നേച്ചറിൻ്റെ ആ സൗണ്ടും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം സമയം വൈകുന്നുകൊണ്ട് അധികം നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അബേ വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. ഞങ്ങൾക്ക് അറിയാമായിരുന്നു മഴക്കാലം അല്ലാത്തതുകൊണ്ട് വലിയ വാട്ടർഫോൾസ് ഒന്നും കാണാനായിട്ടുണ്ടാവില്ലെന്ന്. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് പോയതല്ലേ, അപ്പോൾ പിന്നെ എല്ലാം കണ്ടും കേട്ടും വരുന്നതല്ലേ അതിൻ്റെ ഒരു രീതി. അങ്ങനെ ഞങ്ങളത് കാണാൻ പോയി. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചുറ്റിനും നല്ല കാടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടാണ് അവർ ആ പാത്വേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ നമുക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നു നടന്ന് പോയി കാണാനായിട്ടുമൊക്കെ. പണ്ട് ഞങ്ങൾ കൂർഗ് വിസിറ്റ് ചെയ്തപ്പം ഈ സ്ഥലത്ത് പോയിരുന്നു. അന്ന് നല്ല ടഫായിരുന്നു ഇന്ന് കയറി ഇറങ്ങാനും ഒക്കെ. പ്രത്യേകിച്ച് ഈ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സ്ലിപ്പാവാനും അതൊരു മഴക്കാലവും കൂടെ ആയിരുന്നു. ഇത് പക്ഷേ ഇപ്പോൾ അവർ നല്ല സൗകര്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കടന്നു വന്നപ്പം നമ്മൾ കണ്ട വാട്ടർഫോൾസ് ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് നക്കാര ഗോൾഡ് എസ്റ്റേറ്റ്. ഇതൊരു കോഫി പ്ലാന്റേഷനാണ്. ഒരു കോഫി ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ടിക്കറ്റ് ഓരോ രീതിയിലാണ്. നമുക്ക് കോഫിയുടെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, കോഫി ഫാക്ടറി കണ്ടാൽ മതിയെങ്കിൽ അതിൻ്റെ ചാർജ് ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസും ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ ഈ കോഫി ഫാക്ടറിയിലേക്ക് പോയി കഴിയുമ്പോൾ അവർ കൂടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും കാര്യങ്ങളൊക്കെ, കോഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെ ഒരു ചെറിയ മ്യൂസിയം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കോഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ മ്യൂസിയത്തിൽ കയറുമ്പോൾ അറിയാൻ പറ്റും. പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇനി കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓബ്വിയസ്ലി ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അവർ ഡിസ്പ്ലേക്കും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു പേഴ്സൺ നമുക്ക് ക്ലിയർ എക്സ്പ്ലനേഷനും തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടും പല സാമ്പിൾസായിട്ടും അതിൻ്റെ ഡിഫറൻസസ് അറിയാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നിരുന്നു. പിന്നെ അവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ പർച്ചേസും കൂടെ ചെയ്തായിരുന്നു. നല്ല പ്രോഡക്റ്റ്സ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് രാജാ സീറ്റിലോട്ടാണ് പോയത്. അവിടെ നമ്മൾ ഈവനിങ് ആണ് പൊതുവേ എല്ലാവരും പ്രിഫർ ചെയ്യാറ്. അവിടുത്തെ സൺസെറ്റ് കാണാനാണ് മിക്ക ആൾക്കാരും രാജാ സീറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഗാർഡൻ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് അവിടെ. ഇനി ഇവിടെ നിന്നാണ് ജനറലി സൺസെറ്റ് കാണുന്ന സ്ഥലം. സോ അവിടെ സ്റ്റേഡിയം പോലെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളും അവിടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയി ഇരുന്നത്. കുറേ നേരമായിട്ടും സൺസെറ്റ് ആവാത്തതുകൊണ്ട് പിള്ളേർക്ക് പിന്നെ ബോറടിയായി, അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും കുറേ നടന്നു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ, രാജാ സീറ്റിൽ തന്നെ. എന്തായാലും ഇവിടെ വരെ വന്നതായതുകൊണ്ട് സൺസെറ്റ് കാണണമെന്ന് തന്നെ വിചാരിച്ചാണ് വന്നത്. അത് കാരണം പിന്നെ പിള്ളേരെ കൂട്ടി ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടന്നു എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ രാജാസീറ്റിൽ വന്നിട്ട് സൺസെറ്റ് കണ്ടില്ലെന്ന് വേണ്ട, അങ്ങനെ ഞങ്ങൾ സൺസെറ്റും കണ്ട് അവിടെ ഇരുന്ന് ആസ്വദിച്ച് പയ്യെയാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയത്. ഇതൊക്കെയാണ് കൂർഗിലെ വിശേഷങ്ങൾ. ഇപ്പം ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം ഈ പാർട്ട് 1 പാർട്ട് 2 വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടുന്ന് ഞങ്ങൾ പോയ സ്ഥലം ചിക്കമംഗളൂരാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.